കോഴിക്കോട് സ്കൂൾ കുട്ടി ലഹരി മരുന്നിന് വേണ്ടിയിട്ട് സഹപാഠിയുടെ കയ്യിൽ നിന്ന് ഭീഷണിപ്പെടുത്തി സ്വർണവും പണവുമൊക്കെ വാങ്ങിയെന്നുള്ള വാർത്തകൾ വരികയാണ്. നമ്മുടെ യുവാക്കൾ മുഴുവൻ, യുവാക്കൾ എന്ന് പറയാൻ പറ്റില്ല, ബാല്യകാലം കഴിയാത്ത കുട്ടികൾ വരെ ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ അടിമയായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഈ ഒരു ഒറ്റ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഇത് എങ്ങോട്ടാണ് കേരളത്തിൻ്റെ ഈ ഒരു പോക്ക്? വളരെ അപകടം പിടിച്ച ഒരു പോക്കാണ്. അതായത് കൂടെ പഠിക്കുന്ന കുട്ടി, നമ്മളെന്താ സ്കൂളിൽ പ്രാർത്ഥന ചൊല്ലുന്നത്, കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടപ്പിറപ്പുകളായി നനച്ചും എന്ന് പറഞ്ഞാണ് പ്രാർത്ഥന ചൊല്ലുന്നത്. അപ്പോൾ ആ പ്രാർത്ഥനയെ ചൊല്ലുന്ന ഒരു മൂല്യവും കുട്ടികളുടെ തലയിലേക്ക് കയറുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ലഹരിയുടെ പുറകെയാണ്. ലഹരിയേക്കാൾ മാരകമായിട്ട് മൊബൈൽ അവരുടെ അഡിക്ഷൻ ഉണ്ട്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും മൊബൈലെടുത്ത് കയ്യിൽ കൊടുക്കും. ഈ കുട്ടികൾക്ക് സഹാനുഭൂതി, അനുകമ്പ ഇതെല്ലാം പോകും. കമ്പാഷൻ ഉണ്ടാവില്ല. കാരണം ഈ കൊല്ലുന്ന ഗെയിമുകളാണ് ഭൂരിപക്ഷം ഗെയിമുകളും വെടിവയ്പ്പും യുദ്ധവും ഒക്കെയാണ്. അല്ലാത്ത ഗെയിമുകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇത്തരം ഗെയിമുകളൊക്കെ കളിച്ച് കഴിയുമ്പോഴത്തേക്കും കുട്ടികളുടെ മനസ്സിന് ഒരുപാട് മാറ്റം സംഭവിക്കും. അവർക്ക് നൈർമല്യമുള്ള ചിന്തയൊന്നും ഉണ്ടാവണമെന്നില്ല. ആർദ്രത, ഹൃദയത്തിൻ്റെ ആർദ്രത ഇല്ലാതെ പോകും. ഒരു ചെടി നട്ട് നനച്ച് വളർത്തിയെടുത്ത് പരിപാലിക്കുന്നതിൻ്റെയൊക്കെ ഒരു സൗന്ദര്യമുണ്ടല്ലോ, അതൊന്നും കുട്ടികൾക്ക് ശീലിക്കുന്നില്ല. അവർ കൃഷിയിടത്തിലേക്ക് പോകുന്നില്ല, കൃഷിയിടമില്ല. അപ്പോൾ ഇത്തരം അനുഭവങ്ങളിലൂടെയാണ് കുട്ടികൾ വളരുന്നത്. ഒരു കോഴിക്കുഞ്ഞിനെ വളർത്തുന്നതിൻ്റെ, അല്ലെങ്കിൽ ഒരു പട്ടിക്കുട്ടിയോടൊപ്പം കളിക്കുന്നതിൻ്റെ, ഒരു പശുക്കുട്ടിയോടൊപ്പം ചേർന്ന് ഓടിച്ചാടി പറമ്പിലാകെ നടക്കുന്നതിൻ്റെ രസമൊന്നും കുട്ടികൾക്ക് ഇന്ന് അറിയില്ല. അപ്പോൾ ഈ കുട്ടികൾ എന്താ ചെയ്യുന്നത്? കുട്ടികൾ ലഹരി മരുന്നിലേക്കൊക്കെ പോകുന്നു. മൊബൈൽ അല്ലെങ്കിൽ ലഹരി മരുന്ന്, ഇത്തരം ആനന്ദങ്ങളിലേക്കൊക്കെ പോകുന്നു. നമുക്കൊന്നും ഇതൊന്നും ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. 10-20 വയസ്സ് വരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബീഡിത്തുണ്ട് പോലും എടുത്ത് വലിക്കാനായിട്ട് നാട്ടിൽ ഭയമായിരുന്നു. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്കൊക്കെ ഈ പറയുന്ന എന്തോന്നാ ബീഡി വലിക്കാനോ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കാനോ ഒക്കെയുള്ള പ്രവണതയൊക്കെ ഒരു കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് എത്തുമ്പോഴാണ് പഴയ തലമുറ എത്തിയിരുന്നത്. എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങളിലൂടെ കടന്ന് ഒരിക്കലെങ്കിലും ഇതൊക്കെ ശ്രമിച്ച് നോക്കാത്ത യുവാക്കൾ കുറവായിരിക്കും. സ്വാഭാവികമായിട്ട് അങ്ങനെ തോന്നിയില്ലെങ്കിൽ ആ യുവനത്തിന് എന്തോ കുഴപ്പമുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ പരിപാടികളിലും തക്കട തരികിട പരിപാടികളൊക്കെ ചിലതൊക്കെ ചെയ്ത് നോക്കും. അപ്പോൾ ശരി, അതൊക്കെ ഒരു പരിധി വരെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് കുടുംബസ്ഥരായി അവനവൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു മുതിർന്നു കഴിയുമ്പോൾ പിന്നെ ചെയ്യുക. പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ വളർന്നു കഴിഞ്ഞാൽ എങ്ങനെയായി മാറും? ഈ പറയുന്ന കുടുംബസ്ഥരായി ഒരു ജീവിത പങ്കാളിക്ക് നല്ല ജീവിതം കൊടുത്ത് കുട്ടികളെ വളർത്താനൊക്കെയുള്ള ശേഷിയിലേക്ക് ഇവരെത്തുമോ എന്നുള്ള സംശയമാണ്. കാരണം കുട്ടി ചെയ്തിരിക്കുന്ന ക്രൈം അത്ര വലുതാണ്. അപ്പോൾ കുട്ടിയെ ക്രൈമെന്നോ അല്ലെങ്കിൽ കുറ്റവാളിയെന്നോ ഒന്നും പറയാൻ കഴിയില്ല. കാരണം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവരെ പറയുന്നത് നിയമവുമായി ഒരു സംഘർഷത്തിൽ ഏർപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ കുട്ടി എന്നേ പറയാൻ പറയൂ. ചൈൽഡ് വിത്ത് കോൺഫ്ലിക്റ്റ് വിത്ത് ലോ, അത് അത്രേ പറയാൻ കഴിയുള്ളൂ. കുട്ടി കുറ്റവാളി എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ നിയമം കുട്ടികൾക്ക് നൽകുന്ന പരിരക്ഷ ഇതാണ്. പക്ഷേ ഇവിടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി ചെയ്തിരിക്കുന്നത് +2 വിദ്യാർത്ഥിയാണ്. സഹപാഠിയായ പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തുക. ഈ പറഞ്ഞല്ലോ, നമ്മൾ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ കൂടപ്പുറപ്പായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ സഹപാഠിയുടെ നഗ്ന ചിത്രം പകർത്തിയതിന് ശേഷം എന്താണ് ചെയ്തത്? ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി ആദ്യം 500 രൂപ, പിന്നെ 1000 രൂപ, അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് പണം എടുക്കുകയാണ്. പണം എടുത്തു കൊണ്ടുവന്ന് ഈ ആൺകുട്ടിക്ക് കൂട്ടുകാരനായിട്ട് കുട്ടിക്ക് കൊടുക്കുന്നു. ഇവർ കുട്ടിക്കാലം തൊട്ടേ പരിചയത്തിലുള്ളതാണ് ഇവർ. അപ്പോൾ കൊടുക്കുമ്പോഴത്തേക്കും വീട്ടിൽ അവർ ചോദിക്കുന്നത് എന്തിനാ 500 രൂപ, എന്തിനാ 1000 രൂപ? സ്കൂളിൽ കൊടുക്കാനാണ്. ഇങ്ങനെ പറഞ്ഞാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ വീട്ടുകാരെ വലുതായിട്ട് സംശയിക്കുന്നില്ല. സാറിന് സ്വന്തം കുട്ടികളെ അധികം സംശയിക്കില്ലല്ലോ, നല്ലവരായിരിക്കും എന്നുള്ള ഒരു ചിന്തയിലായിരിക്കുമല്ലോ മിക്കവാറും മാതാപിതാക്കളെല്ലാം ഉള്ളത്. അപ്പോൾ ഈ ഭീഷണി തുടർന്നു. വീട്ടിൽ നിന്ന് പതിയെ മോഷണം പോകുന്ന പണത്തിൻ്റെ അളവ് കൂടി. ഇത്തിരി അത്യാവശ്യം വലിയ തുകകളൊക്കെ കാണാതായപ്പോൾ വീട്ടുകാർ അന്വേഷണം ആരംഭിച്ചു. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഘട്ടത്തിലാണ് സ്വർണം കാണാതായി വീട്ടിൽ നിന്ന്. ഈ കുട്ടി സ്വർണം എടുത്തുകൊണ്ട് പോയി ഈ സുഹൃത്തിന് കൊടുക്കുന്നു, ആൺകുട്ടിക്ക് കൊടുക്കുന്നു. ഇത് പെട്ടെന്ന് തന്നെ വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടും. സ്വർണം കാണാതായി കഴിഞ്ഞാൽ ഒന്നാമത് സ്വർണത്തിന് 1 ലക്ഷത്തിനോടടുത്തൊക്കെ വിലയുള്ള കാലമാണ്. 19,000 രൂപയോളം വില വരുന്നു. അപ്പോൾ ഇത്രയും വില പിടിപ്പുള്ള ഒരു വസ്തു നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടുകാർ ശ്രദ്ധിക്കും. അപ്പോൾ ഈ ആൺകുട്ടി എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയിൽ നിന്ന് ഈ സ്വർണം വാങ്ങി കോഴിക്കോടുള്ള ഒരു ജ്വല്ലറിയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി. വലിയ പണമാണല്ലോ കയ്യിൽ കിട്ടുക. അപ്പോൾ ഇതെന്താണ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൺകുട്ടി എന്താണ് ചെയ്തത് എന്നുള്ളത് പെൺകുട്ടിക്ക് കൃത്യമായിട്ട് അറിയാം. അവൻ സ്വർണം വാങ്ങിച്ചുകൊണ്ട് വിൽക്കുകയായിരുന്നു എന്നുള്ളത്. അപ്പോൾ വീട്ടുകാരിത് കാണാതായതോടുകൂടി ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്തു. വിളിച്ചെടുത്ത് ചോദിച്ചു, എവിടെയാണ് നീ ഈ പറയുന്ന സ്വർണ്ണം എടുത്തത്? അപ്പോൾ അവസാനം ഈ പെൺകുട്ടി കാര്യങ്ങളെല്ലാം തുറന്നു പറയാം. ഇതിന് മുൻപ് തന്നെ വീട്ടുകാർ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. കുട്ടിയുടെ സ്വഭാവത്തിലെ മാറ്റം. പെൺകുട്ടി നന്നായിട്ട് പഠിക്കുന്നില്ല, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, പഠന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, പഠിക്കേണ്ട വീട്ടിൽ വന്ന് ഹോംവർക്ക് ചെയ്യേണ്ടതൊന്നും ചെയ്യുന്നില്ല, ഉറക്കം കുറയുന്നു, നേരെ ഭക്ഷണം കഴിക്കുന്നില്ല. ഇത്രയും കാര്യങ്ങളായതോടുകൂടി തന്നെ വീട്ടുകാർക്ക് വലിയ സംശയമായി, ഭയമായി. കുട്ടിക്ക് എന്ത് പറ്റി? എന്തെങ്കിലും അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടിയോ? തീർച്ചയായും ചാടിയെന്നവർക്ക് മനസ്സിലായി. വീട്ടിൽ നിന്ന് സ്വർണവും കൂടെ കാണാതായിരിക്കുന്നു.
അപ്പോൾ കുട്ടിയെ വിളിച്ചെടുത്ത് ചോദ്യം ചെയ്തു, എന്താണ് ചെയ്തത്, എന്താണ് സംഭവിച്ചത്. അപ്പോൾ കുട്ടി ഓരോന്നായി പറയാൻ തുടങ്ങി, തൻ്റെ നഗ്നചിത്രം എടുത്ത് ഭീഷണിപ്പെടുത്തി. കുട്ടികളാണ് ആ ചിന്തയിലേക്കൊക്കെ വരെ എത്തി എന്നുള്ളത് വലിയ അപകടം പിടിച്ച ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഈ ആൺകുട്ടിയെ പറ്റിയിട്ട് അന്വേഷിക്കുന്നു. കാക്കൂർ പോലീസാണ് കേസെടുത്ത് അന്വേഷണത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ അന്വേഷിക്കുമ്പോൾ ഈ ആൺകുട്ടി വലിയ ഈ പറയുന്ന ലഹരി മാഫിയയുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ ഈ കുട്ടിയെ ചെറിയ ക്ലാസ് മുതൽ അറിയാമെന്നുള്ളത് കൊണ്ട് വീട്ടുകാരും സംശയിച്ചിരുന്നില്ല, സുഹൃത്തല്ലേ എന്ന് വിചാരിച്ചിരുന്നു. കുട്ടികൾ രണ്ടുപേരും സുഹൃത്തുക്കളാണ് എന്ന രീതിയിലാണ് വീട്ടുകാരനെ കണ്ടിരുന്നത്. പക്ഷേ ഈ പണം നഷ്ടപ്പെടാൻ തുടങ്ങിയതോടുകൂടിയാണ് സംശയം എന്ന ചെറിയ തുക വലിയ തുക പിന്നെ സ്വർണ്ണമാകുന്നു. അപ്പോൾ ഈ 2 മാസമായിട്ട് കുട്ടിക്ക് പഠിക്കാൻ താല്പര്യം. അപ്പോൾ ഈ കുട്ടി വലിയ സംഘർഷം അനുഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയെന്ന്. +2 പഠിക്കുന്ന കുട്ടിയാണ്. പരീക്ഷയുടെ സമയമായിരുന്നെങ്കിൽ പരീക്ഷയിൽ തോറ്റുപോയേനെ. ഇനിയിപ്പോൾ സമയമുണ്ട്, കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് കുട്ടിയെ മാറ്റിയെടുത്ത് കൊണ്ടുവരാൻ ആൺകുട്ടിക്കും അതുപോലെ സമയമുണ്ട്. ഇല്ലെങ്കിൽ 1 വർഷം കൂടി നഷ്ടമായേനെ. അപ്പോൾ ആ കുട്ടികളുടെ ആരോഗ്യമൊക്കെ വീട്ടെടുത്ത് ഈ പറയുന്ന രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. നരിക്കുനിയിലെ ജ്വല്ലറിയിലാണ് +2 വിദ്യാർത്ഥി സ്വർണം കൊണ്ട് വിറ്റത്. ലഹരി വിൽപ്പനയുടെ കണ്ണിയാണെന്നുള്ള സംശയവും ഉണ്ട്. ലഹരി ഉപയോഗം മാത്രമല്ല, വിൽപ്പനയാണ്. പാവപ്പെട്ട കുട്ടികളെയാണ് ഈ പറയുന്ന ലഹരി മാഫിയയൊക്കെ തിരഞ്ഞു പിടിച്ച് ഇത്തരം രീതിയിലൊക്കെ ഉപയോഗിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ആശങ്ക ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം കുട്ടികൾക്ക് മിഠായിയൊക്കെയാണ് കൊടുക്കുന്നത്. ഈ സ്കൂൾ പരിസരത്ത്, ഞങ്ങളുടെയൊക്കെ നാട്ടിലെ പ്രദേശത്തൊക്കെ സ്കൂളിൻ്റെ പരിസരത്ത് പൊതി കൊണ്ടുവന്ന് വിൽക്കുന്നവന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നാട്ടുകാർ ജാഗ്രതയിലായി. നാട്ടുകാർ ഇടയ്ക്കിടയ്ക്ക് സംഘടിച്ച് ഷിഫ്റ്റ് വെച്ച് നിൽക്കുക. അവിടെ നിന്നിട്ട് ഒറ്റപ്പെട്ട ബൈക്കിലൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ എന്താ കാര്യമെന്ന് ചോദിക്കും. സ്വാഭാവികമായിട്ടും പരുങ്ങുമ്പോൾ അപ്പോൾ അടിയും കൊടുത്തിട്ട് പിടിച്ചു വാങ്ങിച്ച് ബാഗ് നോക്കുമ്പോൾ മിക്കവാറും കഞ്ചാവ് പൊതിയോ ഇല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ലഹരി വസ്തുക്കളൊക്കെ ആയിരിക്കും. അപ്പോഴേ പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ നാട്ടിലുള്ള മാതാപിതാക്കളും രക്ഷിതാക്കളും സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം ഇത്തരത്തിലുള്ള ലഹരി സംഘങ്ങളെ ടാർഗറ്റ് ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് ഇവന്മാർക്ക് ഇപ്പോൾ അത്ര നിൽക്കക്കളിയില്ല. പിന്നെ വീടുകളിൽ അറിഞ്ഞാൽ തന്നെ അപ്പോൾ തന്നെ പോലീസിലറിയും. പിന്നെ ഈ ചൈൽഡ് ലൈൻ സ്കൂളുകളിലൊക്കെ കൗൺസിലിംഗ് നടത്തുന്നതുകൊണ്ട് ഇതുപോലുള്ളവരുമായിട്ട് ബന്ധമുണ്ടോ കുട്ടികളുടെ കണ്ണുകളുടെ മാറ്റം വരും. കുട്ടികളുടെ കണ്ണെന്ന് പറഞ്ഞാൽ തെളിഞ്ഞിരിക്കുന്ന വളരെ സൗന്ദര്യമുള്ള കണ്ണുകളാണ്. അതിൽ ഈ പറയുന്ന വലിയ രീതിയിലുള്ള ക്ഷീണം ബാധിക്കുന്നു, കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു, അവരുടെ പഠനത്തിൽ ശ്രദ്ധയില്ലാതാവുന്നു, അവർ ലൈംഗികമായി വരെ ചൂഷണം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ എല്ലാം അഭിമുഖീകരിക്കേണ്ടി വരികയാണ് കുട്ടികൾക്ക്. അപ്പോൾ ഇവരുടെ ജീവിതം താറുമാറാകുന്ന അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ ലഹരി പിടിമുറുക്കം ചെയ്യുന്നു. അതിൽ ഈ പറയുന്ന ലഹരിക്ക് പ്രധാനമായിട്ടും വലിയ തോതിൽ ഇതിൻ്റെ വാഹകരായി മാറുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അന്യ സംസ്ഥാനങ്ങളിൽ ഇവിടെ തൊഴിൽ തേടി വരുന്നവന്മാർ ഈ ട്രെയിനിൽ ഈ പറയുന്ന ലഹരി വസ്തുക്കളെല്ലാം കൊണ്ടുവന്ന് ഇവിടെ വൻതോതിൽ വിൽപ്പന നടത്തുകയാണ്. അതിൽ കുട്ടികൾ കണ്ണികളാവുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കോഴിക്കോട് നിന്ന് നഗ്നചിത്രം പകർത്തി സഹപാഠിയെ ഭീഷണിപ്പെടുത്തി പണം ഉണ്ടാക്കി ലഹരി ഉപയോഗിക്കുന്ന ആൺകുട്ടി, അതിൻ്റെ ഇരയാക്കപ്പെടുന്ന പെൺകുട്ടി. അപ്പോൾ കേരളം ഒട്ടും സുരക്ഷിതമല്ല, വലിയ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കനത്ത ജാഗ്രത ഇതിനെതിരെ പുലർത്തിയില്ലെങ്കിൽ വലിയ വിപത്തിലേക്ക് കേരളം പതിക്കും. വരാനിരിക്കുന്ന തലമുറ നശിച്ചു പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ജാഗ്രത പാലിച്ചേ മതിയാവുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.